നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി 23-ാം തീയതിയിലുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായിട്ടുള്ള 119ാമത്തെ രാജ്യം ഏതാണ്? ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 119ാമത്തെ രാജ്യം. സൗരോർജം കാര്യമായി വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾക്കിടയിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യമാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് അല്ലെങ്കിൽ ISA എന്ന് പറയുന്നത്. ഇതിൽ അംഗമായിട്ടുള്ള 119ാമത്തെ രാജ്യം മാൾട്ടയാണ്. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ സംസ്ഥാന ലേബർ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? അടുത്തിടെ സംസ്ഥാന ലേബർ കമ്മീഷണറായി ചുമതലയേറ്റത്, അതായത് നമുക്കറിയാം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് സംസ്ഥാന തൊഴിൽ മേഖല അല്ലെങ്കിൽ സംസ്ഥാന തൊഴിൽ വകുപ്പ് എന്ന് പറയുന്നത്. ഇതിൽ കമ്മീഷണറായി ചുമതലയേറ്റതാണ് അർജുൻ പാണ്ഡ്യൻ. അതുപോലെ തന്നെ സെക്രട്ടറിയുടെ പേര് ഡോക്ടർ വാസുകി കെ IAS എന്നുള്ളതാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ഓർത്തു വെച്ചേക്കാം. മൂന്നാമത്തെ ചോദ്യം, വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകത്തിന്റെ പേരെന്താണ്? വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം പേര് ഒഡീസിയസ് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഓർത്തു വെച്ചേക്കുക. അടുത്തത് നാലാമത്തെ ചോദ്യം, ചാറ്റ് GPT-ക്ക് സമാനമായി ഭാരത് GPT വികസിപ്പിച്ച AI സാങ്കേതിക വിദ്യ സേവനം ഏതാണ്? നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വാർത്തകളിലും മാധ്യമത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ചാറ്റ് GPT എന്നുള്ളത്. എന്താണ് ചാറ്റ് GPT? അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സാങ്കേതിക വിദ്യയാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. ഇതിന് സമാനമായി ഭാരത് GPT വികസിപ്പിച്ച AI സംവിധാനത്തിന്റെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ പേരാണ് ഹനുമാൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ ടീം ഏതാണ്? ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ യൂറോപ്യൻ ടീമിന്റെ പേര് എന്താണ്? എസ്തോണിയ എന്നുള്ളതാണ്. എസ്തോണിയ. അടുത്തത് ആറാമത്തെ ചോദ്യം, 1 കോടി രൂപയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനത്തിന്റെ 10% നികുതിയായി ഈടാക്കാൻ ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ശ്രദ്ധിക്കുക, 1 കോടി രൂപയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനത്തിന്റെ 10% അതിന്റെ നികുതിയായിട്ട് ഈടാക്കാൻ ബില്ല് പാസാക്കിയിട്ടുള്ള സംസ്ഥാനത്തിന്റെ പേര് കർണാടകയാണ്. കർണാടക സംസ്ഥാനം. ഓക്കെ. അടുത്തത് ഏഴാമത്തെ ചോദ്യം, സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിക്കാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിക്കാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം UK ആണ്. ഓർത്തു വെച്ചേക്ക. അടുത്ത ചോദ്യം, തോലിനായി കഴുതയെ കൊല്ലുന്നത് നിരോധിച്ച അന്താരാഷ്ട്ര സംഘടനയുടെ പേരെന്താണ്? തോലിനായി കഴുതയെ കൊല്ലുന്നത് നിരോധിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ആഫ്രിക്കൻ യൂണിയൻ ആണ്. ഓക്കെ. കൂടുതൽ വാർത്തകളും വീഡിയോസിനുമായി നമ്മുടെ ദൃഷ്ടി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു.